സുന്ദരിയും രാക്ഷസനും. വളരെക്കാലം മുമ്പ് ഒരു ധനികനായ വ്യാപാരി ഒരു നഗരത്തിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. ആ വ്യാപാരിയുടെ ഇളയ മകളുടെ പേര് റൊസീന എന്നായിരുന്നു. റൊസീനയ്ക്ക് പേര് പോലെ തന്നെ ഒരു റോസാപ്പൂവിൻ്റെ ഭംഗിയായിരുന്നു. ദുർഭാഗ്യവശാൽ ഒരു ദിവസം വ്യാപാരിയുടെ ഭവനത്തിന് തീ പിടിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സംഭവം നടന്നത്. തീ ആളിപ്പടർന്നു. നമ്മുടെ വീട് മുഴുവൻ തീയിലെരിയുന്നു. നാം ഇനി എന്ത് ചെയ്യും? വിഷമിക്കണ്ട അച്ഛാ, നമുക്ക് ആർക്കും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. നമ്മളെല്ലാവരും രക്ഷപ്പെട്ടില്ലേ? നമ്മൾ ഇനി എവിടെ താമസിക്കും? നമുക്കിനി ഗ്രാമത്തിലുള്ള വീട്ടിൽ പോയി താമസിക്കാം. വ്യാപാരിയുടെ ഒരു ചരക്ക് കപ്പൽ വരാനുണ്ടായിരുന്നു. കഷ്ടകാലമെന്ന് പറയട്ടെ, അത് പ്രതീക്ഷിച്ച് തുറമുഖത്തേക്ക് പോയ വ്യാപാരിക്ക് കൊടുങ്കാറ്റിൽപ്പെട്ട് തൻ്റെ കപ്പൽ തകർന്നുവെന്ന വാർത്തയാണ് ലഭിച്ചത്. തിരിച്ച് വീട്ടിലേക്ക് നിരാശയോടെ യാത്ര തിരിച്ച വ്യാപാരി ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടു. വിറളി പിടിച്ച തൻ്റെ കുതിര പരക്കം പായാൻ തുടങ്ങി. ഓ, എന്തൊരു കാറ്റാ ഇത്! സ്ഥലവും മനസ്സിലാവുന്നില്ലല്ലോ. വ്യാപാരിയുടെ ദൃഷ്ടി ദൂരെയുള്ള ഒരു മാളികയിൽ പതിഞ്ഞു. എന്തായാലും അവിടെ പോയി അന്വേഷിക്കാം. വ്യാപാരി ആ മാളികയുടെ മുന്നിൽ നിന്നും ഉറക്കെ വിളിച്ചു നോക്കി. ആരെയും കണ്ടില്ല. അദ്ദേഹം ആ പടിക്കെട്ടുകൾ കയറി. അവിടെയെങ്ങും ആരുമുണ്ടായിരുന്നില്ല. പുറത്താരെയും കാണുന്നില്ലല്ലോ. എന്തായാലും അകത്തു പോയി നോക്കാം. അങ്ങനെ അദ്ദേഹം അകത്ത് കയറി നോക്കാൻ തീരുമാനിച്ചു. അവിടെ എങ്ങും ആരുമുണ്ടായിരുന്നില്ല. അദ്ദേഹം കത്തുന്ന നെരിപ്പോടിനടുത്തിരുന്ന് തണുപ്പ് മാറ്റി. വിശക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം അത്ഭുത സ്തബ്ധനായി. തേൻമേശയിൽ ആവി പറക്കുന്ന ഊണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അവിടെ എങ്ങും ആരുമുണ്ടായിരുന്നില്ല. അദ്ദേഹം വയറു നിറയെ ഭക്ഷണം കഴിച്ച് അടുത്ത് കണ്ട മെത്തയിൽ കിടന്നുറങ്ങി. വ്യാപാരി രാവിലെ എഴുന്നേറ്റ് പോകുവാൻ ഒരുങ്ങിയപ്പോൾ പൂന്തോട്ടത്തിലെത്തി അതിമനോഹരമായ റോസാപ്പൂ കണ്ടു. തൻ്റെ ഇളയ മകൾ റൊസീനയ്ക്ക് സമ്മാനമായി നൽകുവാൻ വേണ്ടി ആ പൂ അദ്ദേഹം പറിച്ചു. പെട്ടെന്ന് അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. നിൽക്കവിടെ ദുഷ്ടാ! വ്യാപാരി പേടിച്ച് വിറച്ച് ചുറ്റും നോക്കി. അതാ വീട്ടിനകത്തുനിന്ന് ഒരു ഭീമാകാരനായ സത്വം വരുന്നു. അതിൻ്റെ ശരീരം മനുഷ്യനും തല സിംഹത്തിൻ്റെതുമായിരുന്നു. ഞാൻ നിന്നെ എൻ്റെ അതിഥിയായി കണ്ട് സത്കരിച്ചു. പക്ഷേ നീ അതിന് പകരമായി എൻ്റെ പ്രിയ റോസാപ്പൂ പറിച്ചിരിക്കുന്നു. നീ മോഷ്ടാവാണ്. ഒരു മോഷ്ടാവിനെയും വെറുതെ വിടാൻ പാടില്ല. തക്കതായ ശിക്ഷ നൽകേണ്ടതാണ്. അതിനാൽ ഞാൻ നിന്നെ എൻ്റെ നിലവറയിലുള്ള തടവറയിൽ ബന്ധനസ്ഥനാക്കുകയാണ്. ദയവായി ക്ഷമിക്കൂ. ഞാനൊരു കള്ളനല്ല. ഞാൻ ആശ്രയം തേടി വന്ന ഒരു വ്യാപാരിയാണ്. ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ നീ എനിക്കൊരു വാക്ക് നൽകണം. അതായത് നീ വീട്ടിലെത്തിയാൽ ആദ്യം കാണുന്നത് ആരെയാണോ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും നീ എനിക്ക് നൽകണം. ഈ പൂ താങ്കൾക്ക് കൊണ്ടുപോകാം. വ്യാപാരി വേഗം തന്നെ കുതിരപ്പുറത്ത് കയറി അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. വ്യാപാരി നാട്ടിലെത്തിയപ്പോൾ സന്തോഷത്താൽ രാക്ഷസന് കൊടുത്ത വാക്ക് മറന്നു. ഹായ്, അച്ഛൻ വന്നോ? വരൂ അച്ഛാ, വരൂ. അവളെ കണ്ടതും വ്യാപാരിക്ക് തൻ്റെ ഉടമ്പടി ഓർമ്മ വന്നു. അയ്യോ, ഞാനത് മറന്നുവല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട മോളെ. എന്തു പറ്റി അച്ഛാ? ഒന്നുമില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകളെ ആ രാക്ഷസന്റെ അടുത്തേക്ക് അയക്കില്ല. ഇനിയിപ്പോ എൻ്റെ വാക്ക് തെറ്റിയാലും ശരി. അച്ഛാ, അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അച്ഛൻ എന്താ ഇത്ര ആലോചിക്കുന്നത്? മോളെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സത്രത്തിൽ തങ്ങി. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥനൊരു ഉടമ്പടി വെച്ചു. അതാണ് എന്നെ വിഷമത്തിലാഴ്ത്തുന്നത്. അച്ഛൻ എന്നോട് പറയൂ, എന്ത് ഉടമ്പടിയാണത്? ഞാൻ അച്ഛനെ സഹായിക്കാം. മോളെ, അയാൾ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയാൽ ഞാൻ ആദ്യം കാണുന്നത് ആരെയാണോ അയാളെ ആ രാക്ഷസൻ നൽകണം എന്നതാണ്. ഞാൻ ആദ്യം കണ്ടത് നിന്നെയാണ്. ഞാൻ എന്ത് ചെയ്യും? ഭഗവാനെ, എന്നെ സഹായിക്കൂ. വിഷമിക്കണ്ട അച്ഛാ, ഞാൻ ആ മൃഗത്തിന്റെ അടുത്തേക്ക് വരാം. അച്ഛന്റെ വാക്ക് ഞാൻ പാലിക്കാം. അതുപോരെ അച്ഛാ? സത്യമാണോ മോളെ? എൻ്റെ പൊന്നുമോളെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ റൊസീന തൻ്റെ അച്ഛൻ്റെ കൂടെ ആ രാക്ഷസന്റെ മാളികയിലേക്ക് യാത്ര തിരിച്ചു. നോക്കൂ അച്ഛാ, എത്ര മാധുരമുള്ള സൗരഭ്യം പരത്തുന്ന പൂക്കളാണ് ഈ പൂന്തോട്ടത്തിലെന്ന്. ആ വരൂ മോളെ, വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ആ ദിവസവും വ്യാപാരി ഇതിനു മുമ്പ് വന്നപ്പോൾ കണ്ടപ്പോൾ തന്നെയായിരുന്നു. അദൃശ്യനായ ഏതോ ഒരു വ്യക്തി അവർക്ക് വിശപ്പകറ്റാനും വിശ്രമിക്കാനുമുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു. അവർക്കന്ന് വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരുന്നത്. രണ്ടുപേരും മതിയാവോളം ആഹാരം കഴിച്ചു. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുവാൻ വേണ്ടി മുറിയിലേക്ക് പോയപ്പോൾ ആ വിചിത്ര ജീവിയെ കണ്ടു. റൊസീന അതിനെ കണ്ട് പേടിച്ചുപോയി. പക്ഷേ അവൾ ആ പേടി പുറത്തു കാണിച്ചില്ല. ഞാൻ വളരെയധികം സന്തോഷവാനാണ്, എന്തെന്നാൽ താങ്കൾ താങ്കളുടെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇതെന്റെ മകൾ റൊസീന. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഇവളെയാണ്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിർബന്ധിച്ചിട്ടാണോ? ഇല്ല, അച്ഛൻ നിർബന്ധിച്ചില്ല. ഞാൻ സ്വയമനസാലെ വന്നതാ. വളരെ നല്ലത്. നിന്റെ അച്ഛൻ ഇന്നിവിടെ താമസിക്കട്ടെ. രാവിലെ ആയാൽ അദ്ദേഹം തിരിച്ചു പോകണം. പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് വരുവാൻ പാടില്ല. എന്ത് ക്രൂരതയായി പറയുന്നത്? എനിക്ക് എന്റെ പിതാവിനെ ഒരിക്കലും കാണാൻ പറ്റില്ലെന്നോ? ഇല്ല, എനിക്ക് എന്റെ അച്ഛനെ കാണണം. പക്ഷേ ഒന്നും മിണ്ടാതെ ആ ജീവി അവിടെ നിന്ന് പോയി. അന്ന് രാത്രി മുഴുവൻ റൊസീന ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ വ്യാപാരി തിരിച്ചു പോകുവാൻ തയ്യാറായി. പൊയ്ക്കോളൂ അച്ഛാ, എന്നെ അച്ഛൻ മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട മോളെ, ഞാൻ അച്ഛനെ വളരെയേറെ സ്നേഹിക്കുന്നു. ഞാൻ പോട്ടെ, ദൈവം നിന്നെ രക്ഷിക്കട്ടെ. അച്ഛൻ പോയപ്പോൾ റൊസീന വീട്ടിനകത്തേക്ക് കയറി. അവിടെ രാക്ഷസൻ അവളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. റൊസീനയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. രാക്ഷസൻ അവൾക്കൊരു റോസാപ്പൂ സമ്മാനിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാക്ഷസൻ വീണ്ടും ഒരു റോസാപ്പൂ അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇതൊരു മാന്ത്രിക പുഷ്പമാണ്. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതും പിടിച്ച് നീ നിന്റെ അച്ഛന്റെ അടുത്തെത്തിക്കാൻ പറഞ്ഞാൽ ഇത് നിന്നെ അവിടെ എത്തിക്കും. നിന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു പുഷ്പമാണിത്. ഇത് കിട്ടിയിട്ട് എന്ത് കാര്യം? ഉടമ്പടി പ്രകാരം എനിക്ക് വീട്ടിൽ പോകാൻ അനുവാദമില്ലല്ലോ. തീർച്ചയായിട്ടും പോകാം, പക്ഷേ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരണം. സത്യമാണോ? അതെ. തിരിച്ചു വന്നതിന് ശേഷം പൂവിനോട് വീണ്ടും അച്ഛന്റെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. മനസ്സിലായോ? പെട്ടെന്ന് തന്നെ റൊസീന അച്ഛന്റെ അടുത്തെത്തി. അവൾ അവിടെ തന്റെ അച്ഛനെ കണ്ടു. പക്ഷേ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അച്ഛാ, അമ്മയും ചേച്ചിമാരും എവിടെ പോയി അവര്? നിന്റെ ചേച്ചിമാരെ വിവാഹം കഴിച്ചയച്ചു. അമ്മ അവളുടെ സഹോദരന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അച്ഛാ, അങ്ങയെ ശുശ്രൂഷിക്കാൻ ആരുമില്ലേ? അങ്ങ് എത്ര ക്ഷീണിതനാണ്. കണ്ടിട്ട് അങ്ങയുടെ ആരോഗ്യം വളരെ മോശമാണെന്ന് തോന്നുന്നു. സത്യമാണ് മോളെ, എന്റെ ആരോഗ്യം വളരെ മോശമാണ്. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കാം. അങ്ങനെ റൊസീന അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ താമസിച്ചു. അവൾ രാക്ഷസന് നൽകിയ വാക്ക് മറന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾക്കത് ഓർമ്മ വന്നു. അയ്യോ, ഞാനിവിടെ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ അസുഖം കാരണം ഞാൻ ദിവസം പോലും പോയത് അറിഞ്ഞില്ല. അച്ഛാ, അച്ഛാ. ആ എന്താ എന്താ മോളെ? അച്ഛാ, എനിക്കിപ്പോ തിരിച്ചു പോകേണ്ടതുണ്ട്. ആ രാക്ഷസൻ വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കാവും. ആ പോകും മോളെ, പോയി വാക്ക് പാലിക്കൂ. പെട്ടെന്ന് തന്നെ റൊസീന വിചിത്ര ജീവിയുടെ വീട്ടിലെത്തി. അവൾ ആ ജീവിയെ വീട് മുഴുവൻ അന്വേഷിച്ചു. എങ്ങും കണ്ടില്ല. അവൾ വീട്ടിൽ നിന്നിറങ്ങി തോട്ടത്തിലേക്ക് പോയി. അകലെ എന്തോ കിടക്കുന്നത് അവൾ കണ്ടു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അത് ആ വിചിത്ര ജീവിയായിരുന്നു. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, ഞാനിത് തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ ആ ജീവിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഒന്നിളകിയത് പോലുമില്ല. റൊസീനയ്ക്ക് സങ്കടം വന്നു. എഴുന്നേക്ക്, ഞാനിത് തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല. എന്നെ തനിച്ചാക്കരുത്. എനിക്ക് താങ്കളെ ഇഷ്ടമാണ്. പെട്ടെന്ന് ആ മൃഗം എഴുന്നേറ്റ് നിന്നു. റൊസീന പേടിച്ച് പിന്നോട്ട് മാറി. അവൾ മിഴികൾ ഉയർത്തി നോക്കിയപ്പോൾ അതിന്റെ സ്ഥാനത്ത് ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യുവാവ് നിൽക്കുന്നു. കണ്ടാൽ ഒരു രാജാവിനെ പോലെ തോന്നിക്കും. എങ്ങനെ വിചിത്ര രൂപയായി ഞാൻ രാജകുമാരനായി മാറിയെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്? അതെ, ഞാൻ യഥാർത്ഥത്തിൽ ഒരു രാജകുമാരനാണ്. ഒരു ശാപം മൂലമാണ് ഞാൻ വിചിത്ര രൂപയായത്. എനിക്ക് ശാപമോഷം കിട്ടാൻ ഒരു പെൺകുട്ടി സ്നേഹത്തോടെ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണമായിരുന്നു.
താങ്കൾ അനങ്ങാതെ കിടക്കുന്നത് കണ്ട് ഞാൻ താങ്കൾ മരിച്ചു എന്ന് കരുതി പേടിച്ചു പോയി. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു. നീ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ വളരെ ഉദാസീനായിപ്പോയി. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. താങ്കൾ ശാപമോചിതനായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇനി ഞാൻ തിരിച്ചു പോയിക്കോട്ടെ? ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ? രണ്ടുപേരുടെയും വിവാഹം ആഘോഷപൂർവ്വം നടന്നു. രാജകുമാരന്റെ കൊട്ടാരത്തിൽ രാജ്യത്തിലെ എല്ലാ പ്രമുഖ വ്യക്തികളെയും വിളിച്ചു വരുത്തി സമൃദ്ധമായ സദ്യ ഒരുക്കി. അങ്ങനെ റൊസീനയും രാജകുമാരനും പുതിയ ജീവിതം ആരംഭിച്ചു.